ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഫാമിലി മെമ്പേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച നമ്മളുടെ ഗ്ലോബൽ സിഇഒയുടെ ദിവസമാണ്. ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിന്നിംഗ് ടീം കേരളയുടെ എല്ലാ മെമ്പർമാരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. എൻ്റെ പേര് സുധി. ഞാൻ എറണാകുളം ജില്ലയിൽ മാമലയിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഇന്ന് നമ്മൾ വളരെയേറെ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഇന്ന് ഗ്ലോബൽ സിഇഒ എന്ന ഈ പ്രൊജക്റ്റിലൂടെ നമ്മൾ വലിയൊരു മഹത്തായ ഒരു കാര്യത്തിലേക്കാണ് കടന്നു വരുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇതിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മുൻ നിശ്ചയപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഇതിലേക്ക് ഷീല ആലക്കോട് മാഡമാണ് പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ മാഡത്തിന് ടെക്നിക്കലായിട്ടുള്ള ചില ഇഷ്യൂസ് കാരണം അതിലേക്ക് ഇന്ന് ഇതിന് പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയും, എന്നാൽ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ വിജയം കൈവരിച്ചിരിക്കുന്ന ഇന്റർനാഷണൽ ബിസിനസ് രംഗത്ത് നമ്മളുടെ പ്രൊജക്റ്റ് വളരെ ഗംഭീരമായി ചെയ്തു പോരുന്ന ഷാജി മീത്തൽ സാറാണ് നമുക്ക് വേണ്ടി പ്രൊജക്റ്റ് ഇന്ന് പ്രസന്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. നമ്മളേവരും ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഷാജി സാറിനെ പ്രൊജക്ട് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ഷാജി സാർ. താങ്ക് യു സുധി മാഷ്. വളരെ മനോഹരമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷീല മാഡം ട്രാവലിങ്ങിൽ എത്താൻ പറ്റാതെ കൊണ്ട് എനിക്കൊരു അവസരം കിട്ടി. താങ്ക് യു. ഇവിടെ വന്നിരുന്ന പുതിയ എല്ലാവരെയും, ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാമെന്ന എല്ലാവരെയും ഒന്നും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം, ഈ ഒരു രാത്രി നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. കാരണം ഇന്ന് എല്ലാവരും ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം വളരെ തുച്ഛമായ ശമ്പളത്തിലൊക്കെയാണ് ഇന്ന് പല ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അഡീഷണൽ ഒരു ഇൻകം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇന്നുള്ള ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും എന്തെങ്കിലും ഒരു ജോലിയോടൊപ്പം, അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടോ, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ വീട്ടു ജോലിയോടൊപ്പം ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാലും, ഇന്ന് പല കമ്പനികൾ നമുക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് ടെൻഷൻ വരാറുണ്ട്. പല മേഖലകളും നമ്മൾ പൈസ പോകുന്ന ബിസിനസ്സൊക്കെ കാണുന്നുണ്ടാവും. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഇത് കേൾക്കാൻ സാധിക്കുവാണെങ്കിൽ, ക്ഷമയോടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഞാനൊരു സ്ലൈഡിൻ്റെ പ്രസൻറ്റേഷൻ പറയാം. ഞാൻ ആക്ച്വലി ദുബായിലാണ്. ഏകദേശം 21 വർഷമായി ദുബായിൽ ഒരു കമ്പനിയിൽ ലോജിസ്റ്റിക്സ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്താണ് യാദൃശ്ചികമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ആയത്. ദുബായിലിരിക്കുന്ന ഒരാൾ പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യണമെങ്കിൽ, ഞാനിതിൽ വരാനുള്ള കാരണം കൊറോണ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ശമ്പളം കുറഞ്ഞ സമയത്ത് ഒരു അഡീഷണൽ ഇൻകം കിട്ടിയാൽ മതി എന്നൊരു ആഗ്രഹത്തിൽ വന്നതാണ്. ഇന്ന് ഞാൻ ജോലി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. കാരണം ജോലിയേക്കാളും ബെറ്ററായി തോന്നിയത് കൊണ്ടും 18 വർഷം ജോലി ചെയ്തപ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയപ്പോൾ ഒരു 1.5 വർഷം ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. അതിനേക്കാളും ബെറ്ററായി തോന്നിയതുകൊണ്ട് ജോബ് റിസൈൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഇപ്പം ദുബായിൽ ഇരുന്നു കൊണ്ട് ഏകദേശം 13ഓളം രാജ്യങ്ങളിലായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനെന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഓർഗനൈസേഷൻ വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻ, ഇന്ത്യയിലെ തന്നെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് അതും ലക്ഷക്കണക്കിന് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിൻ്റെ CEO, കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ബി എ സ്മാർട്ട് കൺസ്യൂമർ. നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും കസ്റ്റമറാണല്ലേ. ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിനടുത്തുള്ള കടകളിൽ പോയി നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വെറും ഒരു കൺസ്യൂമർ മാത്രമാണ് നമ്മളെല്ലാവരും. പക്ഷെ അവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കാറില്ല. 1 രൂപയുടെ വരുമാന മാർഗമോ 1 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റോ നമുക്ക് അവിടെ ലഭിക്കാറില്ല. ഇവിടെ വിന്നിംഗ് ടീം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കൺസ്യൂമർ എംപവർമെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു കസ്റ്റമറിനെ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന, ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരം. ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ കാണാം, ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെ പിക്ചറൈസ് ചെയ്തിരിക്കുക. വാട്ട് ഈസ് യുവർ ഡ്രീം? നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ധാരാളം പണം സമ്പാദിക്കുക എന്നുള്ള എല്ലാവരുടെയും സ്വപ്നമാണ്.
ഒരു ലക്ഷറി വാഹനം, അതും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ന് നോർമൽ ആയിട്ടുള്ള ഒരു 10 ലക്ഷം രൂപയുടെ കാറൊക്കെ ആയിരിക്കും പല ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടാവുക. അത് EMI അടച്ചുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവില്ല. ഒരു ലക്ഷറി വാഹനം, റേഞ്ച് റോവറും BMW പോർഷയൊക്കെ വാങ്ങിക്കണമെന്ന് സ്വപ്നമുള്ള ആൾക്കാരുണ്ടാവില്ലേ? അതോടൊപ്പം വിദേശ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ലണ്ടനും സ്കോട്ട്ലാൻഡും സ്വിറ്റ്സർലാൻഡൊക്കെ പോകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? അത് ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ ഒരിക്കലും നമ്മൾ ആ വരുമാനം എടുത്തുകൊണ്ട് ഇങ്ങനെ വിദേശ യാത്രകൾ ഒരിക്കലും പോകാൻ നോക്കത്തില്ല. കാരണം നമുക്ക് തികയാത്തത് കൊണ്ടായിരിക്കും. എല്ലാവരുടെയും സ്വപ്നമാണത്. അതോടൊപ്പം തന്നെ ഒരു വീട് വെക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. അത് നമ്മളെ ജോലിയിൽ കിട്ടുന്ന ആ ശമ്പളം അനുസരിച്ചുള്ള വീടായിരിക്കും നമ്മൾ വെക്കുന്നുള്ളത്. അതിന്റെ EMI ആയിരിക്കും നമുക്ക് അടക്കാൻ സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ ഫാമിലിയുടെ കൂടെ സന്തോഷകരമായ ആരോഗ്യപരമായ ലൈഫ് എൻജോയ് ചെയ്യുക, ഇതും എല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയെന്ന് പറയാൻ പണം മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി സക്സസ് ആയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലും അത് എൻജോയ് ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ, ബിസി ലൈഫ് ആണെങ്കിൽ അതിനൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൂടാതെ നല്ലൊരു ആരോഗ്യമല്ല, സ്ഥിരമായിട്ട് എന്നും ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് സക്സസ് ആയി നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് മാത്രമല്ല, ലൈഫ് സെക്യൂരിറ്റി ഉണ്ട്. നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ കുടുംബത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അപ്പൊ ഇത് നാലും ചേർന്ന് കോർത്തിണങ്ങിയാൽ മാത്രമേ ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അടുത്തത് നമ്മൾ വരുമാനത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് യുവർ കറണ്ട് ഇൻകം സ്റ്റാറ്റസ്? നിങ്ങളുടെ വരുമാനം ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയാണുള്ളത്. ഞാൻ എൻ്റെ ആക്ച്വലി പറയാം, ഞാൻ ദുബൈയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. കൊറോണ വന്ന സമയത്ത് എൻ്റെ ശമ്പളം പകുതിയായി മാറിയ സമയത്ത്, അതുവരെ എനിക്കുണ്ടായിരുന്ന EMI ലോൺ അടക്കാനും മക്കളുടെ ഫീസ് അടക്കാനും റൂമിൻ്റെ റെന്റ് അടക്കാനൊക്കെ സ്ട്രഗിളായി തുടങ്ങി. കാരണം അതുവരെ കിട്ടിയിരുന്ന വരുമാനം പകുതിയായി മാറിയപ്പോൾ എൻ്റെ ചെലവ് അവിടെ പകുതിയായിട്ടുണ്ടായിരുന്നില്ല, വരുമാനം മാത്രമേ പകുതിയായിട്ടുള്ളൂ. അവിടെ അവിടെ ഒരു ബുദ്ധിമുട്ടായി മാറാൻ തുടങ്ങി. ഇത് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ? വാട്ട് എവർ യുവർ സേവിങ്സ് ഓഫ് ഫ്യൂച്ചർ, നമ്മുടെ ഭാവിയിലേക്ക് നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ സാധിക്കുന്നുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് ഒരു ജോബ് സെക്യൂരിറ്റി? ഒരു ഗ്യാരണ്ടി ഇല്ല ഇന്നത്തെ ജോലിക്കല്ലേ. കിട്ടിയാലായി, കുറച്ച് ദിവസം ജോലിക്ക് പോകും, പിന്നെ അത് ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരു 35-40 വയസ്സൊക്കെ നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രായം നോക്കിയിട്ട് പിന്നെ ആരും ജോലിക്ക് എടുക്കാനും സാധ്യത കുറവാണ്. ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? നമ്മുടെ വരുമാനം ഒന്ന് നിലച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ കുടുംബം എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നമ്മുടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാനുള്ള സമയം നമുക്ക് ലഭിക്കാറുണ്ടോ? ഇതൊക്കെ പല ആൾക്കാർക്കും നോ എന്നായിരിക്കും പറയേണ്ടി വരും അല്ലേ? അത് നമുക്ക് എസ് ആക്കി മാറ്റാൻ സാധിക്കും. ഇവിടെ 2 തരം വരുമാനത്തെ കുറിച്ച് കാണിച്ചിരിക്കുകയാണ്, ആക്റ്റീവ് ഇൻകവും അതോടൊപ്പം പാസീവ് ഇൻകവും. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ 95% ലോകത്തെ പോപ്പുലേഷൻ നോക്കാൻ 95% ആൾക്കാരും ആക്റ്റീവ് ഇൻകം കാറ്റഗറിക്കാരാണ്. ജോലിക്ക് പോകുന്നു, മാസാവസാനം ശമ്പളം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ശമ്പളം കൂലി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിക്കോട്ടെ, ടാക്സി ഡ്രൈവർ ആയിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, എഞ്ചിനീയർമാരായിക്കോട്ടെ, അവർ അതാത് ദിവസങ്ങളിൽ പോയി വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് വരുമാനം ഉണ്ടാവത്തുള്ളൂ. അല്ല, ഒരാഴ്ച 2 ആഴ്ച മാറി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വരുമാനം അവിടെ കിട്ടത്തുണ്ടാവില്ല. ഇതാണ് ആക്റ്റീവ് ഇൻകം കാറ്റഗറി. എപ്പോഴാണോ അവർ ജോബ് സ്റ്റോപ്പ് ചെയ്യുന്നു, അവിടെ അവർ വരുമാനം സ്റ്റോപ്പാണ്. ഇന്ന് ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് 3 വർഷമായി. അന്ന് തൊട്ട് എൻ്റെ വരുമാനം അവിടെ സ്റ്റോപ്പാണ്, ജോബിലൂടെ വരുമാനം സ്റ്റോപ്പാണ്. പാസീവ് ഇൻകത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്ന് നമുക്കറിയാം ബിസിനസ് ഓൺട്രപ്രണേഴ്സ് ലക്ഷങ്ങളും കോടികളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലുലുവിലെ യൂസഫ് അലി സാറിനെ പോലെ, സിരിക്കന്റെ കല്യാൺ റാമിനെ പോലെ, അങ്ങനെ വലിയ വലിയ ബിസിനസ് ഓൺട്രപ്രണേഴ്സ് അവർ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് പോപ്പുലേഷനിലെ 5% ആൾക്കാർ മാത്രമേ ആ കാറ്റഗറി വരുള്ളൂ. പക്ഷെ അവരുടെ കയ്യിലാണ് വെൽത്തിന്റെ 95% ഇരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു പാസീവ് ഇൻകം കാറ്റഗറിയിലേക്ക് പോവാൻ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെയാണ് പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പാസീവ് ഇൻകം വാങ്ങിക്കുന്ന ആ വ്യക്തികളൊക്കെ കോടികളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചെങ്കിൽ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുകയാണ്. നമ്മുടെ സമയമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഇതിലൂടെ നമുക്ക് വേറെ എന്തൊക്കെ ലഭിക്കാം? നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു എക്സ്ട്രാ ഇൻകം. ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം 10ാം തീയതി വാങ്ങിക്കാൻ സാധിക്കുന്നു. വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ വീട്ടു ജോലിയോടൊപ്പം ഒരു വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവരുടെ പഠനത്തോടൊപ്പം അവർ പാഴാക്കി കളയുന്ന കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു 23 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? അതോടൊപ്പം ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം. നമ്മൾക്കറിയാം, ഇന്ന് നമ്മളൊരു കടയിൽ ഒരു മൊബൈൽ വാങ്ങിക്കാനോ ഡ്രസ്സ് വാങ്ങിക്കാനോ ഓർണമെന്റ്സ് വാങ്ങിക്കാനോ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലും നമുക്കത് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം പ്രൈസ് നമുക്ക് താങ്ങാൻ പറ്റാതെ ആയിരിക്കും അല്ലേ? വില നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും ഓരോ സാധനം ഇഷ്ടപ്പെടുന്നുണ്ടാവുക.
ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിത്തരുന്നുണ്ടാവും. അതോടൊപ്പം ടൈം ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ജോലി സ്ഥാപനത്തിൽ നമുക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് മക്കളുടെ കാര്യത്തിൽ സ്കൂളിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമുക്ക് ആ സ്ഥാപനത്തിൽ ലീവ് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ തീരുമാനമായിരിക്കും നമ്മുടെ ടൈം, അല്ലേ? ഇവിടെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ടൈം ഫ്രീഡം അവൈലബിൾ ആണ്. നമ്മളുടെ സ്വന്തം ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം നല്ലൊരു ആരോഗ്യം, അസുഖമില്ലാത്തൊരു വ്യക്തിയായി മാറാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ലിവ് എ ലെഗസി, ലെജൻഡായി മാറാൻ, അറിയപ്പെടുന്ന വ്യക്തിയായി മാറാൻ നമുക്ക് ഈ ബിസിനസ്സിലൂടെ സാധിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആ ജോലിയിലൂടെ, ആ വരുമാനത്തിലൂടെ ഒരു ലെജൻഡൊക്കെ മാറാൻ സാധിക്കുമോ? നമ്മുടെ മക്കൾ ചിലപ്പോൾ നമ്മൾ ഓർക്കും, അതിനപ്പുറമുള്ള ആൾക്കാർ, അവരുടെ മക്കളൊക്കെ നമ്മൾ ഓർക്കാൻ സാധ്യതയില്ല. പക്ഷെ ഈ ഒരു ബിസിനസ് നമുക്കൊരു ലെജൻഡായി മാറാൻ സാധിക്കുന്നുണ്ടോ? അതുകൂടാതെ ഏർലി റിട്ടയർമെന്റ് പോസിബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ റിട്ടയർമെന്റ് ലൈഫാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് 4.5 വർഷമായി. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു 4-5 വർഷം സീരിയസ് ആയിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെയൊന്നും ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ എനിക്കിങ്ങനെ ആൾക്കാരുടെ മുന്നിൽ പ്രസന്റേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ഒരു അവസരം. നമ്മൾ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി, നമ്മൾ കിട്ടുന്ന ആ ശമ്പളം നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ. ഒരു വിദേശ യാത്രയൊക്കെ പോകാൻ ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ലണ്ടനും സ്കോട്ട്ലാൻഡിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവാണ്. 2 ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയാലാണ് നമുക്ക് അവിടെയൊക്കെ സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരിക്കലും നമ്മൾ ജോലിയിൽ കിട്ടുന്ന ആ ഒരു ശമ്പളം എടുത്തിട്ട് നമ്മൾ അവിടെ പോകാൻ ആഗ്രഹിക്കില്ല, അല്ലെ? പോകാൻ സാധിക്കത്തുമില്ല. നമ്മൾ പോകുന്ന എവിടെയായിരിക്കും? ഊട്ടിയിലും കൊടൈക്കനാലും ഗോവയിലൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. അതും നമ്മളെ ജോലിയിൽ ലീവ് എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. നമ്മളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി കഴിഞ്ഞ ഒക്ടോബർ മാസം നമ്മുടെ നാട്ടിലെ ലീഡേഴ്സൊക്കെ പോയിരിക്കുന്നത് ലണ്ടനും സ്കോട്ട്ലാൻഡാണ് 2 ആഴ്ചത്തെ ട്രിപ്പ്. അതും തികച്ചും ഫ്രീ ആയിട്ട്, അവരുടെ വരുമാനത്തിൽ യാതൊരു കുറവും വരാതെ, അതിലും 20% ഗ്രോത്തിൽ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും വിദേശ യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഹെൽപ്പിംഗ് അതേഴ്സ്, ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ ജോലിയിൽ കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഞാൻ 21 വർഷമായി ദുബൈയിൽ വന്നിട്ട് എനിക്ക് ഇന്ന് വരെ ഒരാൾക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ദുബായി സാധിച്ചിട്ടില്ല. ഒരു കുടുംബത്തിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരോഗ്യപരമായിട്ട് ആരും സഹായിക്കാനോ ഒരു മരുന്ന് വാങ്ങിക്കേണ്ട പൈസ കൊടുക്കാനോ സാധിച്ചില്ല. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അനേകം ഫാമിലിക്ക് നല്ലൊരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറെ ഫാമിലിക്ക് ആരോഗ്യം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും അത് സാധ്യമാവുന്നതായിരുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന ഈ കമ്പനിയുടെ പേര് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2004 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. 21 വർഷം കംപ്ലീറ്റ് ആയി. 2004 കമ്പനി വെറും 2 ഓഫീസ് മാത്രം ഡൽഹിയിലും ബാംഗ്ലൂരിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 പ്രൊഡക്റ്റിൽ തുടങ്ങിയ കമ്പനി ഇന്ന് 21 വർഷമായപ്പോൾ 450-ൽ പരം പ്രൊഡക്റ്റ് ആയി. 6 വ്യക്തികളിലൂടെ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഏകദേശം 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുള്ള കമ്പനി, 5000 കോടി ടേൺ ഓവർ എത്തിയിരിക്കുന്ന കമ്പനി. ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവോറി കോസ്റ്റ്, ഇത്രയും രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. നിരവധി അവാർഡ്സും റെക്കഗ്നേഷൻ കിട്ടിയ കമ്പനിയാണ്. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്ക് 2017, 2018 ഗ്ലോബൽ 100 അവാർഡും, ഗ്രേറ്റ് പ്ലേസ് ടു വർക്കിനുള്ള അവാർഡും, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡ്, അതോടൊപ്പം തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് TRAയുടെ അവാർഡ് ലാസ്റ്റ് 2 വർഷമായി തുടർച്ചയായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി. ഇന്ത്യയിൽ വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കുള്ള അവാർഡും വെസ്റ്റേജ് വാങ്ങിച്ചുകൊണ്ടിരിക്കും. കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത്. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഇന്ന് പല മേഖലയും നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമുക്കൊരു പ്രാവശ്യം വാങ്ങിച്ച സാധനം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല. അത്രയ്ക്കും വിലകളിലാണ് പല കമ്പനികളും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല. വെസ്റ്റീജിന്റെ പ്രത്യേകത, ഏതൊരു സാധാരണക്കാരനും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ അവരതിന്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്നുണ്ടാവും. ഏതൊരു സാധാരണക്കാർക്കും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയായതുകൊണ്ട് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ്. വേറൊരു പ്രത്യേകത, മണി ബാക്ക് ഗ്യാരണ്ടി. ഒരു സിനിമാ താരം പോലും ഒരു പരസ്യത്തിൽ പോലും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്നുള്ളത്. വെസ്റ്റേജ് കമ്പനി 21 വർഷമായിട്ട് പറയുന്നതാണ്,
ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിന് ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുന്നത് തിരിച്ചു കൊടുക്കാൻ പോലും അവസരം തരുന്ന ഒരു കമ്പനിയാണ്. നിരവധി കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. അത് കുറച്ച് പ്രൊഡക്റ്റിന്റെ പേര് ഞാൻ ഒന്ന് ഓടിച്ചു പോവാം. ഫുഡ് സപ്ലിമെന്റേഷൻ, നമുക്കറിയാം വെൽനസ് പ്രൊഡക്റ്റിന്റെ ആവശ്യകത. ഇന്ന് എല്ലാവരും അസുഖങ്ങളുമായി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യാറില്ല അല്ലെ. അസുഖം വന്ന് അതിനുശേഷം ചികിത്സിക്കാനാണ് എല്ലാവരും ചെയ്യുന്നത്, ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട്. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് സപ്ലിമെന്റേഷൻ ആവശ്യമാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ പലവിധ അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഒന്ന് ജോയിന്റ് പ്രോബ്ലം. നമുക്ക് മുട്ടുവേദനയൊക്കെ അനുഭവപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് നമ്മൾ എന്താ ചെയ്യുക? ഡോക്ടറെ കാണിക്കുന്ന സർജറി അല്ലെ, അങ്ങനെ ചെയ്യാറുള്ളത്. ഇവിടെ ഗ്ലൂക്കോസമിന് കാൽസ്യം കൊളാജനൊക്കെ ഉപയോഗിച്ച് നമുക്കത് മാറ്റാൻ സാധിക്കും. ഗ്ലിസമിക് ഹെൽത്തിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നീം ആര്യവേപ്പിന്റെ നീം എന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂളുണ്ട്. ഷുഗറൊക്കെ ബോർഡർ ലെവലൊക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ലെവൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഗ്ലൂക്കോ ഹെൽത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ. അതോടൊപ്പം ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ്, പ്രതിരോധ ശേഷി കൂട്ടാൻ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. സ്പിരുലിന, നോനി, കൊളസ്ട്രം, അലോവേര, ആമല, അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. വെസ്റ്റേജ് പ്രൈമിലേക്ക് പോവാണെങ്കിൽ സീബക്തോം, ക്രിൽ ഓയിൽ, കോംബാറ്റിക്സ്, മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്, അങ്ങനെ നിരവധി പ്രൊഡക്റ്റ് അതിനകത്തുണ്ട്. ഡീറ്റോക്സ് ആൻഡ് റിജുമിനേഷനിൽ പോവാണെങ്കിൽ ഫൈബർ, ഐ സപ്പോർട്ട്, ഗാനഡോർമ, കുർക്കുമിൻ പ്ലസ്, ഡിറ്റോക്സ് ഫുഡ് പാച്ചസ്, അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിലേക്ക് പോകണമെങ്കിൽ അമിതവണ്ണം, ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അമിതവണ്ണം കാരണം പലവിധ ഹെൽത്ത് പ്രോബ്ലംസ് വരാറുണ്ട്. അതിന് മീസ്ലിം കാറ്റഗറിയിൽ നിരവധി ഷേക്സും ക്യാപ്സ്യൂളും ടീ അവൈലബിൾ ആണ്. ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ഉണ്ട്. നമുക്കറിയാം ഇന്ന് പ്രോട്ടീൻ നമുക്ക് ശരീരത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ വെയിറ്റ് എത്രയുണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് കിട്ടാനില്ല. അപ്പോൾ മസ്റ്റായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ഈ സോയാ പ്രോട്ടീൻ കഴിക്കേണ്ടത് ആവശ്യമുണ്ട്. ലേഡീസിന്റെ ആരോഗ്യത്തിന് നിരവധി പ്രൊഡക്റ്റുകൾ വെസ്റ്റേജിലുണ്ട്. അതിൽ ഒന്ന് ഫോളിക് അയൺ പ്ലസ് ആണ്. രക്തക്കുറവുള്ള അനീമിക് ആയിട്ടുള്ള വിളർച്ചയൊക്കെ തോന്നുന്ന സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അതിന് അയൺ ഫോളിക് ഉപകാരമായി മാറുന്നുണ്ടാവും. ശതാവരി മാക്സ്, പീരീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലാതെ ഗർഭാശയമുഴ പോലുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, അതിനൊക്കെ ഈ ശതാവരി നല്ല റിസൾട്ടാണ്. യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷൻ ഉള്ളവർക്ക് ഈ ക്രാൻബെറി എന്ന് പറഞ്ഞ സപ്ലിമെന്റ് ഉണ്ട്. അതുപോലെ മുടി ഒഴിച്ചിലുള്ള ആൾക്കാർക്ക്, സ്കിന്നിനൊക്കെ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ എന്ന് പറഞ്ഞൊരു സപ്ലിമെന്റ് ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. ഹാർട്ടിന്റെ സംരക്ഷണത്തിന് ഫ്ലാക്സ് ഓയിലും കൺസമിക്യൂട്ടനും എല്ലാർജിനും, അങ്ങനെ 3 പ്രോഡക്റ്റ് ഉണ്ട്. ഫ്ലാക്സ് ഓയിൽ നമുക്ക് ഈ ഹാർട്ടിന്റെ ബ്ലോക്ക് ഒക്കെ അലിയിച്ച് കളയാൻ, ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആക്കി എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആയിഷ എന്നൊരു പ്രൊഡക്റ്റ് 100% ആയുർവേദിക് ആയിട്ട് നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. അതിലൊരു പ്രൊഡക്റ്റ് ഞാൻ എടുത്ത് പറയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും റിസൾട്ട് തന്ന പ്രൊഡക്റ്റ് റെസ്പോ കെയർ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതിന് പ്രശ്നമാണ് കഫക്കെട്ടിന്റെ പ്രോബ്ലം. പല ആൾക്കാർക്കും ഉണ്ടാവും അല്ലെ. ഇന്ന് സ്ഥിരമായിട്ട് ജലദോഷം തുമ്മലും വരുന്ന ആൾക്കാർക്ക് അത് ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടുന്നുണ്ടാവും. കഫം ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് പോകത്തില്ല. ആന്റിബയോട്ടിക് ഒക്കെ ചെയ്ത് മാറാത്ത പ്രശ്നമാണ്. എനിക്കത് വർഷങ്ങളോളം ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ കുറേ വർഷങ്ങളായിട്ട്. വെസ്റ്റീജിൽ വന്നതിന് ശേഷം റെസ്പോ കെയർ ഉപയോഗിച്ചതിന് ശേഷം 4.5 വർഷമായിട്ട് എനിക്കൊരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസ്പോ കെയർ ഉപയോഗിക്കാറുണ്ട്. വളരെ നല്ലൊരു സപ്ലിമെന്റ് ആണ്. ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും ആ ഒരു സപ്ലിമെന്റ് യൂസ്ഫുൾ ആയി മാറുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ കിഡ്നി ഹെൽത്തും ലിവർ ഹെൽത്തും, എനിക്ക് കിഡ്നിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല എന്ന് നമ്മളെല്ലാവരും പറയൂല്ലേ. അത് പ്രോബ്ലം വന്നതിന് ശേഷം, കിഡ്നിക്കൊക്കെ പ്രോബ്ലം വന്നതിന് ശേഷം ചികിത്സിച്ചിട്ട് പൈസ കളയാന്നേ മാത്രമേ ഉള്ളൂ. അത് ഡാമേജ് ആവാതിരിക്കാൻ നമുക്ക് കിഡ്നി ഹെൽത്തും ലിവർ ഹെൽത്തും അവൈലബിൾ ആണ്. വൈറ്റൽ കോംപ്ലക്സ്, കണ്ണിന്റെ സംരക്ഷണത്തിന് വൈറ്റൽ കോംപ്ലക്സ് ഉണ്ട്. അങ്ങനെ നിരവധി ആയുർവേദിക് പ്രൊഡക്റ്റ് ഉണ്ട്. ഹെൽത്ത് ഫുഡിലേക്ക് പോവുകയാണെങ്കിൽ തവിടെണ്ണ, നമുക്കറിയാം വെളിച്ചെണ്ണയുടെ വില കുറച്ച് കാലം മുന്നേ, 2 മാസം മുന്നേ എന്ത് വിലയായിരുന്നില്ല, 500 രൂപക്കടുത്തൊക്കെ 1 ലിറ്ററിന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെസ്റ്റേജിന് തവിടെണ്ണ WHO അംഗീകരിച്ച ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത് തവിടെണ്ണ ഉണ്ട്. അതുപോലെ ചായപ്പൊടി, കോഫി പൊടി, ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റുകളിൽ അവൈലബിൾ ആണ്. കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ബാറുകളുണ്ട്, ഫ്രഷ്നർ ഡ്രിങ്ക് ഉണ്ട്. സബ്ലിംഗൽ സ്പ്രേ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വൈറ്റമിൻ B12 ഒക്കെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. നിരവധി ആൾക്കാർക്ക് വൈറ്റമിൻ ഡി എഫിഷ്യൻസി ഉണ്ട്. അതിന് സബ്ലിംഗൽ സ്പ്രേ, നമ്മൾ ക്യാപ്സ്യൂളൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് സമയമെടുക്കും അത് ആമാശയത്തിലേക്ക് പോയി നമുക്കത് ബോഡിയിൽ അബ്സോർബ് ചെയ്താൽ വേണ്ടി. ഇവിടെ സബ്ലിംഗൽ സ്പ്രേ വിത്തിൻ സെക്കൻഡിൽ വൈറ്റമിൻസിന്റെ പ്രോബ്ലം നമുക്ക് ശരിയാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം ഓറൽ കെയറിൽ പോകണമെങ്കിൽ പല്ല് തേക്കുന്ന പേസ്റ്റ്, നമുക്കറിയാം പല്ലുവേദന, പല്ല് പുളിപ്പ്, മോണപ്പഴുപ്പൊക്കെ വരാറുണ്ട്. നമ്മൾ ചില സമയത്ത് ഡെന്റിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ റെഫർ ചെയ്യുന്ന പേസ്റ്റിന് 240 രൂപയെ കൊടുത്ത് വാങ്ങിക്കുന്നത് 63 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വണ്ടർഫുൾ ആയിട്ട് പല്ലുവേദനയൊക്കെ ഒരൊറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന പേസ്റ്റ് അവൈലബിൾ ആണ്. അതുകൂടാതെ പേഴ്സണൽ കെയറിൽ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അതിൻ്റെ ഒന്നും പേര് ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ സെഷൻ പിന്നീട് ലഭിക്കുന്നുണ്ടാവും. 100% നാച്ചുറൽ ആയിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകൾ, പപ്പായ സ്ക്രബും ചാർക്കോൾ പീൽ മാസ്ക്, ഹെയർ മാസ്ക് ഒക്കെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. മാച്ച് ഡ്രൈവ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽസിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഹൈ വെസ്റ്റ് ക്ലീനിങ് സെക്ഷനിൽ പോവുകയാണെങ്കിൽ
നമ്മളെ വീടിന് ഹൈജീൻ ആക്കി മാറ്റാൻ ഡിഷ് വാഷും ഡിറ്റർജന്റ് പൗഡറും ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറും ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ, പ്രകൃതിക്കോ മനുഷ്യനോ ഹാനികരമാവുന്ന ഒരു കെമിക്കലും ഉൾപ്പെടാത്ത വണ്ടർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹോം കെയർ ഐറ്റംസ് അവൈലബിൾ ആണ്. അതോടൊപ്പം ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സിൽ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ സ്കിൻ ഫോർമുല 9ന്റെ പ്രൊഡക്റ്റുകളും നമ്മുടെ മുഖത്തിന് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന 3 ലെയർ വരെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. മുഖത്തിന്റെ ചുളിവുകളും കലകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള കണ്ണിനടിയുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാൻ സാധിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അഗ്രി പ്രൊഡക്റ്റുകൾ. നമുക്കറിയാം ഇന്ന് കൃഷിയുടെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിളവുകൾ കുറവാണ്, കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കണ്ടിട്ടോടെ നമ്മുടെ പരിചയമുള്ള കർഷകർക്കൊക്കെ ഈ അഗ്രി പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ കൃഷിയുടെ ചെലവ് ചുരുക്കിക്കൊണ്ട് അവരുടെ വിളവുകളെ ഇരട്ടിയാക്കി മാറ്റാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള നിരവധി പ്രൊഡക്റ്റുകൾ. അതോടൊപ്പം വാട്ടർ പ്യൂരിഫയർ, ശുദ്ധമായ വെള്ളം. നമുക്കറിയാം നമ്മുടെ വീട്ടിന്റെ കിണറ്റിൽ തൊട്ടടുത്തായിരിക്കും അടുത്ത വീട്ടിന്റെ കിണറ്റിന് ടോയ്ലറ്റ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നെല്ലാവരും വെള്ളം തിളപ്പിച്ചാണ് കുടിക്കുക. വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ അതിനകത്ത് മിനറൽസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് പല അസുഖങ്ങളും നമുക്ക് വരാറുണ്ട്. ശുദ്ധമായ വെള്ളം കുടിക്കാൻ വാട്ടർ പ്യൂരിഫയർ, 2 തരം വാട്ടർ പ്യൂരിഫയർ നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ കൊണ്ട് നടക്കാൻ പറ്റുന്ന വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. പല ആൾക്കാരും TV വാങ്ങിക്കുമ്പം ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പം ബ്രാൻഡ് കമ്പനി വാങ്ങിക്കും. വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കുന്ന സമയത്ത് ഏറ്റവും വില കുറഞ്ഞ വാട്ടർ പ്യൂരിഫയർ എവിടെ കിട്ടും അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി നല്ല ബ്രാൻഡ് വാങ്ങിക്കത്തില്ല, അല്ല, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡുള്ള സാധനം നമ്മളെല്ലാവരും വാങ്ങിക്കാൻ. എല്ലാവരും ശ്രദ്ധിക്കുക, വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നല്ല ക്വാളിറ്റി ഉള്ള ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറിന് ഉപയോഗിക്കുക. ഷാർപ്പ് കമ്പനി വെസ്റ്റിനോട് ചെയ്യുന്ന നല്ല വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഈ ബിസിനസ്? നമ്മളിപ്പോൾ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന വീട്ടിനടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയിട്ടായിരിക്കും. നമ്മുടെ അച്ഛനമ്മമാരായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, ഇനി നമ്മുടെ മക്കളായിക്കോട്ടെ, അവരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണ്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് C&F ഏജന്റ് വഴി സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഹോൾസെയിലർമാർ വഴി നമ്മുടെ വീട്ടിനടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിലേക്ക് സാധനം എത്തുവാണ്. അവർ ഈ സാധനം നമുക്ക് തരുന്ന അവരുടെ ബിസിനസ് ആണല്ലോ, അവർക്ക് എല്ലാവർക്കും അതിന്റെ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ കസ്റ്റമറായ നമ്മളാണ് നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അത് തീരുന്ന സമയത്ത് വീണ്ടും സാധനം വാങ്ങിക്കുന്നത് നമ്മൾ തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ സാധനത്തെ കുറിച്ച് അറിയുന്നത്? TV തുറന്നു കഴിഞ്ഞാൽ TV ചാനലിലൂടെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും പരസ്യങ്ങൾ പറയുന്ന കണ്ടിട്ട് പോലെ ഒരു സോപ്പിന്റെ പരസ്യം പറയുന്ന സിനിമാ താരം 5 കോടി രൂപ വാങ്ങിച്ചിട്ടാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ ബൂസ്റ്റിന്റെ പരസ്യം പറഞ്ഞു, ഐശ്വര്യ റായ് ലക്സിന്റെ പരസ്യം പറഞ്ഞു, ഷാറൂഖ് ഖാൻ ടൈഡിന്റെ പരസ്യം പറഞ്ഞു. ഓരോ സാധനത്തിനും ഓരോ സിനിമാ താരങ്ങൾക്കും കോടികൾ കൊടുക്കണം. ഈ TV ചാനലുകൾക്ക് കോടികൾ കൊടുക്കണം. ഈ കച്ചവടക്കാർക്കും ഹോൾസെയിലർമാർക്കും പൈസ കൊടുക്കണം. നമ്മൾക്ക് മാത്രം അവിടെ 1 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് പോലും ലഭിക്കത്തില്ല. ഇവിടെയാണ് കാലഘട്ടത്തിന്റെ ബിസിനസ്. ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ വെസ്റ്റേജ് കമ്പനി അവർ മാനുഫാക്ചർ ചെയ്യുന്ന 450-ൽ പരം പ്രൊഡക്റ്റ് നേരിട്ട് കസ്റ്റമറിലേക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഇടനിലക്കാരില്ലാതെ, പരസ്യക്കാരില്ലാതെ, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന 60% ഒരു വരുമാനമാക്കിയിട്ട് നമുക്ക് തരാൻ കമ്പനി റെഡിയാണ്. ആർ യു റെഡി? അതിന് നിങ്ങൾ ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ചേഞ്ച് യുവർ ഷോപ്പ്. നമ്മൾ നാളെ ഇതുവരെ വാങ്ങിക്കുന്ന ഏത് ഷോപ്പിൽ നിന്നാണോ, ഏത് ബ്രാൻഡാണോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം, ലക്ഷറി ലൈഫിലേക്ക് പോകാൻ ഒരു അവസരമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. 9 തരം വരുമാനം കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ ഇതിനൊരു ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുന്ന ആൾക്ക് സേവിങ്സ് ഓഫ് കൺസപ്ഷൻ നമുക്കിപ്പോൾ 35% വരെ ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്. പ്രൊഡക്റ്റ് GSTയുടെ ഭാഗമായിട്ട് പ്രൈസ് ഒക്കെ കുറച്ചപ്പോൾ ഏകദേശം 35% ഡിസ്കൗണ്ടിലായി ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത്. അതോടൊപ്പം തന്നെ പെർഫോമൻസ് ബോണസ് ആയിട്ട് എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ ഒരു 5 മുതൽ 16% വരെ, തുടക്കക്കാരൻ എന്നതിൽ 5% ആയിരിക്കും, അത് നമുക്ക് 16% വരെ വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം ഡയറക്ടർ ബോണസ് ആയിട്ട് ഒരു 15%, ടീം ബിൽഡിംഗ് ബോണസ് ആയിട്ട് ഒരു 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%. അതൊക്കെ വലിയ ലക്ഷങ്ങളൊക്കെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ലെവലത്. അതുകൂടാതെ ട്രാവൽ ഫണ്ടും, വിദേശയാത്ര പോകാൻ ട്രാവൽ ഫണ്ടും, കാർ ഫണ്ടും, ഹൗസ് ഫണ്ടും, എലൈറ്റ് ക്ലബ്ബ് ബോണസുമായിട്ട് നമുക്ക് 9 തരം വരുമാനമായിട്ടാണ് കമ്പനി തരുന്നത്. ഇതിൽ ഒരു കസ്റ്റമർ ആയാൽ പോലും ബെനിഫിറ്റാണ്. സ്വന്തം വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും നമുക്കതിൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയോട് പറഞ്ഞ് ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. 5000-ലധികം ഔട്ട്ലെറ്റ് ഉള്ള 5000 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയോടൊപ്പം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഒരു അവസരം നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കി തരും. നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് 10% അവിടെ
ഫ്രീ പ്രൊഡക്റ്റാണ് ഓരോ പർച്ചേസിനോടൊപ്പം നമുക്ക് തരുന്നത്. 5 മുതൽ 16% വരെ വരുമാനമായിട്ട് നമുക്ക് 10-ാം തീയതി തരുന്നുണ്ടാവും. അത് നേരത്തെ ഞാൻ പറഞ്ഞ മണി ബാക്ക് ഗ്യാരണ്ടിയോട് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് 30% വരെ യൂസ് ചെയ്ത് നോക്കാം. അതുകൂടാതെ കൺസിസ്റ്റൻസി ബെനിഫിറ്റ്, സ്ഥിരതയുള്ള കസ്റ്റമർക്കുള്ള ഓഫറാണ്. നമ്മൾ 4 മാസം തുടർച്ചയായി ഈ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ 5-ാമത്തെ മാസം പൈസ കൊടുക്കാതെ സാധനം വാങ്ങിക്കും. 1250 മുതൽ 20,000 രൂപക്കൊക്കെ ഫ്രീ പ്രൊഡക്റ്റ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഒരു സോപ്പെങ്കിലും നമുക്ക് ആരെങ്കിലും ഫ്രീ തരാറുണ്ടോ? എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഓർമ്മ വെച്ച കാലം, പല്ല് തേക്കാൻ തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ എത്ര പേസ്റ്റും സോപ്പുകളൊക്കെ വാങ്ങിച്ച ആൾക്കാർ നമ്മളെല്ലാവരും. ഇങ്ങനെ നമ്മൾ ചെലവാക്കുന്ന തുക ഒന്ന് എഴുതി വെച്ച് നോക്കാം. ഒരു 4 മാസം നമ്മുടെ വീട്ടിൽ ചിലവൊന്ന് എഴുതി വെച്ച് നോക്കുക. നമ്മൾക്ക് കിട്ടിയ ഫ്രീ പ്രൊഡക്റ്റും ക്യാഷ് ബാക്ക് ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ ഏകദേശം പകുതിയോളം പൈസ നമുക്ക് റിട്ടേണായി വന്നിട്ടുണ്ടോ? നമ്മുടെ വീട്ടു ചെലവിൻ്റെ പകുതി നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയാണ്. നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണ്. ഈ ബിസിനസ് നിങ്ങൾ ഒറ്റക്കല്ല ചെയ്യേണ്ടത്. വേറെ ഏത് ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ബിസിനസ് ചെയ്താൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ടെൻഷൻ മുഴുവൻ നമുക്കായിരിക്കും. അല്ലെങ്കിൽ അവിടെ സ്റ്റാഫിന് വെക്കണം ശമ്പളം കൊടുത്തിട്ട്. ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി, സ്പോൺസർ, അദ്ദേഹം നിങ്ങളെ കൂടെ ഉണ്ടാവും. വെസ്റ്റേജ് കമ്പനി നിങ്ങളോടൊപ്പം ഉണ്ടാവും. വിന്നിംഗ് ടീം എന്നൊരു ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഇവിടെ പെർഫോമൻസ് ബോണസ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക വെച്ചാൽ 5 മുതൽ 16% പെർഫോമൻസ് ബോണസാണ്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 30 രൂപക്കുള്ള സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റായി അവിടെ നമുക്ക് 5% ബോണസിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് എപ്പോഴാണോ 600 പോയിന്റ് ആവുന്നത്, 600 പോയിന്റ് ആകുമ്പോൾ അത് 8% ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് വരുമാനം പോകണമെങ്കിൽ ഒരു 300 പോയിന്റ് സിംഗിൾ മാസം തന്നെ ചെയ്താൽ ഒരു 9,000 രൂപയുടെ ബിസിനസ് സിംഗിൾ മാസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് 8% ആവാൻ സാധിക്കും. അവിടെ കമ്പനി ബോണസിന് പുറമെ ഒരു 750 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആ മാസം നമുക്ക് തരുവാണ് തുടക്കക്കാരുടെ നിലയിൽ. അതൊരു 2,400 പോയിന്റ് വാല്യൂ ആകുമ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് കഴിഞ്ഞ മാസം ഈ മാസത്തേക്ക് കൂട്ടി 2,400 പോയിന്റ് ആവുന്ന സമയത്ത് 12%, 5,500 പോയിന്റ് ആവുന്ന സമയത്ത് 16% പോകാൻ സാധിക്കും. നമുക്ക് സ്പീഡായിട്ട് വലിയൊരു ബിസിനസ്സായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഒരു സിംഗിൾ മാസം 4,500 പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫാസ്റ്റായിട്ട് ബ്രോൺസ് സെലക്ടർ ആവാൻ പറ്റും. ഒരു 15,000 മുതൽ 20,000 രൂപയ്ക്ക് വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, ഞാൻ ഈ ബിസിനസ്സിൽ വന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കമ്പനി വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുമ്പോൾ ഒരു 300 രൂപ കൊടുത്തൊരു പ്രൊഡക്റ്റ് എനിക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് അതിൻ്റെ ക്വാളിറ്റി കാരണം എനിക്ക് കിട്ടിയ വരുമാനം കണ്ടപ്പോൾ അതിലൊരു 6 വ്യക്തികൾ എന്നോടൊപ്പം ബിസിനസ് കണക്ട് ആയിട്ടുണ്ട്. ഈ 6 വ്യക്തികളും ഞാനും എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചു. അതിൻ്റെ പോയിന്റ് വാല്യൂ 5,500 ആയ സമയത്ത് എനിക്ക് ഡയറക്ടറായി മാറാൻ, ബ്രോൺ സെലക്ടറായി മാറാനും ഈ 3 തരം വരുമാനം അവിടെ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊരു ഫാമിലിയെ വരുമാനത്തിൽ എത്തിച്ച സമയത്ത് സിൽവർ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. ഇവിടെ ഒന്ന് ആലോചിക്കുക, നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരാൾക്ക്, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രൊമോഷനാണ്, സിൽവർ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. ആ സമയത്താണ് നമുക്ക് ട്രാവൽ ഫണ്ട്, വിദേശ യാത്ര പോലുള്ള ഫണ്ട് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതൊരു കുടുംബത്തിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് ഡയറക്ടറായി മാറാം. ഇപ്പോൾ വരുമാനം ഒന്നും കൂടെ സ്ട്രക്ചറായി എടുക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സ്റ്റാർ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. സ്റ്റാർ ഡയറക്ടർ ആകുമ്പോൾ വീണ്ടും കാറിന്റെ EMI 5%. അത് ലൈഫിലോ ജീവിതകാലം മുഴുവനും നമുക്ക് കാറിന്റെ EMI വാങ്ങിക്കാൻ സാധിക്കും. എത്ര കാറുകൾ വേണമെങ്കിലും വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ? നാലാമതൊരു ഫാമിലിക്ക് വരുമാനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം നമ്മളെ വിശ്വസിച്ച് കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർക്ക് അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഡയമണ്ട് ഡയറക്ടറായി മാറാൻ സാധിക്കും. ഈ സമയത്താണ് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. ആറാമത്തെ ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ നമുക്കൊരു ഡയമണ്ട് ക്രൗൺ ഡയറക്ടറായി മാറാനും അവിടെ EMI വീടിൻ്റെയും കൂടെ സ്റ്റാർട്ടാവാണ്. അതും ലൈഫ് ലോങ് എത്ര വീട് വേണമെങ്കിലും വെക്കാൻ പറ്റും, എത്ര വലിയ വീട് വേണമെങ്കിലും വെക്കാൻ പറ്റും. അതിൻ്റെ EMI 1,00,000 രൂപ വരെയൊക്കെ വീടിൻ്റെ EMI വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒൻപതാമത്തെ വരുമാനം വാങ്ങിക്കാൻ ഒരു 8 ഫാമിലിയെ വിജയിപ്പിച്ചാൽ നമുക്ക് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. ഒൻപതാമത്തെ വരുമാനം എലൈറ്റ് ക്ലബ് ബോണസ് 2%. അത് ടോട്ടൽ ടേൺ ഓവറിൻ്റെ 2%. വലിയൊരു ഇൻകം. അത് 20 ലക്ഷമൊക്കെ ഈ എലൈറ്റ് ക്ലബ് ബോണസ് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ 9 തരം വരുമാനത്തിൽ 9ാമത്തെ വരുമാനം മാത്രം 20 ലക്ഷമൊക്കെ വാങ്ങിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അതുകൂടാതെ 12 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്രൗൺ ഡയറക്ടറായി മാറാനും
16 വ്യക്തികളിലേക്ക് ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. 16 കുടുംബങ്ങളിലേക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറാനും ഇതിൽ ഹയസ്റ്റ് പൊസിഷൻ 5 ലക്ഷം രൂപ മുതൽ 1,68,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരും ഇതേ പൊസിഷനിലാണ്. അപ്പൊ ആലോചിക്കുക, ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ ഇത്രയും വലിയ ഇൻകം വാങ്ങിക്കാൻ നമുക്ക് ലഭിക്കുകയാണ്. ഈ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരു രാജ്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മെർസിഡീസ് ബെൻസോ, റേഞ്ച് റോവറോ, പോർഷയോ, ഓടി കാറൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾക്ക് ഇഷ്ട ഭവനം എത്ര സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, 1 2 വീടോ നമുക്ക് എത്ര വേണമെങ്കിൽ വാങ്ങിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 1-ാം തീയതി വരാൻ പോകുന്ന 1-ാം തീയതി ഡിസംബർ 1-ാം തീയതി നമ്മൾ ആയിഷ മാഡത്തിന്റെ ഹൗസ് വാമിങ് വരാൻ പോവാണ്. 1 കോടി രൂപ വില വരുന്ന 2ാമത്തെ വീടാണ് ആയിഷ മാഡം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സാധാരണ വീട്ടമ്മ, ഒരു 6-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വീട്ടമ്മ വെസ്റ്റീജിലൂടെ, അവർ വെസ്റ്റീജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ വെസ്റ്റീജ് ഔട്ട്ലെറ്റ് പോലും ഉണ്ടായിരുന്നില്ല. മംഗലാപുരമൊക്കെ പോയിട്ടാണ് അവർ സാധനം വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 1 കോടി രൂപയുടെ 2 വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്നിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആർക്കും വേണമെങ്കിലും എത്ര വീട് വേണമെങ്കിലും വെസ്റ്റീജിലൂടെ വെക്കാൻ സാധിക്കും, നിങ്ങൾ സീരിയസ് ആണെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രികൾ ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗും വെൽനസും ഇ കോമേഴ്സ് ഒക്കെയാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ബിസിനസ് ആയിരിക്കും അല്ലെ. ഇ കോമേഴ്സ് നമുക്കറിയാം ആമസോണും മീഷോ ഒക്കെ നമ്മൾ ആ കമ്പനിയുടെ അതിലൂടെയാണ് നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന പല ആൾക്കാരും. അമേരിക്കൻ കമ്പനിയായ ആമസോണിലൂടെ നമ്മുടെ വീട്ടിലേക്ക് വിരൽത്തുമ്പിലൂടെ നമ്മൾ സാധനം വാങ്ങിക്കാൻ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ആമസോണിലൂടെ സാധനം വാങ്ങിക്കുന്ന വഴി? വെസ്റ്റീജിന്റെ ഇ കോമേഴ്സ് ഉപയോഗിച്ചിട്ട് വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാനും വരുമാനം ഉണ്ടാക്കാനും നല്ല ആരോഗ്യം ഉണ്ടാക്കാനും അവസരം. ഈ ഒരു സുവർണ അവസരത്തെ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ വെൽനസ് റെവല്യൂഷൻ എന്ന പുസ്തകത്തിൽ പോൾസൻ പിൽസർ, US എക്കണോമിസ്റ്റ്, അദ്ദേഹം നമുക്കറിയാം IT ഒക്കെ പ്രവചിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകത്തിൽ ഇനി വരാൻ പോകുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി വെൽനസ് യുഗമാണ്. വെസ്റ്റീജ് കമ്പനി ഓൾറെഡി 100ഓളം വെൽനസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലാണ്, റൈറ്റ് ടൈമിലാണ്. നല്ലൊരു ഡിസിഷൻ, നല്ലൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. കാരണം ഇവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഒന്ന് മാറ്റുവാന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരം ഈ കമ്പനിയുടെ കസ്റ്റമറായി മാറിയിട്ടുണ്ടാവും. അവിടെ നമുക്കൊരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരത്തെ മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയെ ഒന്നുകൂടെ കോൺടാക്ട് ചെയ്ത് അടുത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു അവസരം, ഈ വിന്നിംഗ് ടീമിന്റെ ഈ ഒരു സെഷൻ ചെയ്യാൻ ഒരു അവസരം എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണെങ്കിലും താങ്ക് യു വെരി മച്ച് ഓൾ ലീഡേഴ്സിനും. ബാക്ക് ടു ഹോസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് അരമണിക്കൂർ സമയം, ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് ഷാജി സാർ നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹത്തിന്റെ 18 വർഷത്തെ ദുബായ് ജീവിതത്തിന് ശേഷം അദ്ദേഹം 1.5 വർഷത്തോളം പാർട്ട് ടൈം ആയിട്ടും പിന്നീട് ഫുൾ ടൈം ആയിട്ടും ഇതിൽ നിന്ന് നല്ലൊരു രീതിയിൽ വിജയം കൈവരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഏവർക്കും അത് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്തായാലും ഇത്രയും മഹത്തായിട്ടുള്ള, മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നതിലൂടെ നമുക്കും വിജയിക്കുവാൻ സാധിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ്, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇത്രയും മനോഹരമായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന ഷാജി സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു സർ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിച്ച് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിന്നിംഗ് ടീം കേരളയുടെ യൂത്ത് ഐക്കണായിട്ടുള്ള തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഇങ്ങോട്ട് ക്ഷണിക്കുവാൻ പോകുന്നത്. അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദം എടുത്ത ശേഷം MBAയും എടുത്ത് നല്ലൊരു ബാങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കുന്ന സമയത്ത് ഈ പ്രോജക്റ്റ് കാണുകയും ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും അതിലൂടെ തൻ്റെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് എന്ന് മനസ്സിലാക്കിയതിലേക്ക് എത്തിച്ചേർന്ന അദ്ദേഹത്തെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുധീഷ് സാർ, വെൽക്കം സാർ. താങ്ക് യു സുധീഷ് സർ. പേര് സുധീഷ്, എന്നെ നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബൈ പ്രൊഫഷൻ ഐ വാസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഞാൻ വൺ ഓഫ് ദ ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തു. ബാംഗ്ലൂരാണ് എഞ്ചിനീയറിംഗ് ചെയ്തത്, BE. ദെൻ അത് സോഫ്റ്റ്വെയർ കമ്പനിക്ക് ശേഷം MBA എടുത്തതിന് ശേഷം ധനലക്ഷ്മി ബാങ്ക്, ഐ മീൻ വൺ ഓഫ് ദ ലീഡിംഗ് സോഫ്റ്റ്വെയർ ബാങ്കിങ് സെക്ടറിൽ
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2015 ഞാൻ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് കണക്റ്റഡ് ആയത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം തെളിഞ്ഞത് 2015 മുതലാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇതൊരു വളരെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് എൻ്റെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളവരടുത്ത് ഞാൻ പറയുന്നു, യു ആർ ലക്കി. ബിക്കോസ് ഈ ബിസിനസ്സിൻ്റെ ഒരു സാധ്യത വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വിഷനോട് കൂടി കാണുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ബിക്കോസ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, പണ്ട് ഒരു ദുബായിലേക്ക് ഒരു കത്തയച്ച് തിരിച്ചു കിട്ടാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറി ഫോൺ കോള്, പിന്നെ വാട്സപ്പ് വന്നു, ലൈവ് ചാറ്റിംഗ്, ലൈവ് വീഡിയോ കോൾസ് വന്നു. ഇപ്പൊ ഒന്ന് മനസ്സിലാക്കി നോക്കുക, ഈ ഒരു ഡിജിറ്റൽ വേൾഡില് ഇപ്പൊ ഒരേ സമയത്ത് എത്ര കൺട്രീസിലുള്ള ആൾക്കാരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത്. ബട്ട് ദ ക്വസ്റ്റ്യൻ, ആർ യു യൂട്ടിലൈസിങ് ഇറ്റ്? നിങ്ങളെ സംബന്ധിച്ചുള്ള ഈ കാലഘട്ടത്തിന് ഇത്രയും വളരെ ശക്തമായിട്ടുള്ള ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒരു ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ രീതിയിൽ പറയാറുണ്ട്, പണക്കാരനായിക്കൊണ്ടിരിക്കുന്നു, പാവപ്പെട്ടനായിക്കൊണ്ടിരിക്കുന്നു. അത് മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ പറഞ്ഞു രണ്ട് പ്രവർത്തിക്കുന്ന മേഖല. നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാരും മോസ്റ്റ്ലി എംപ്ലോയീസ് ആവാം, അതല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ടാവാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ശരിക്ക് ഞാൻ കണ്ടിടത്തോളം, ഞാൻ ഈ ബിസിനസ്സിനെ 2015 ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്, എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, എൻ്റെ സ്വപ്നങ്ങൾ നേടാനുള്ള ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, അതിനായിട്ടാണ് ഞാൻ വെസ്റ്റീജിനെ കണ്ടത്. തീർച്ചയായും അതെനിക്ക് മനസ്സിലാക്കി തന്നത് വിന്നിങ് ടീമാണ്. ഇവിടെ രണ്ട് ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബൈക്കിൻ്റെ രണ്ട് ടയർ എന്നുള്ള പോലെ തന്നെ വെസ്റ്റീജ് മുമ്പിലും വിന്നിങ് ടീം ബാക്കിലുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാനുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ. ഞാൻ പറഞ്ഞു വന്ന 2015 ഞാൻ ഈ ബിസിനസ് കാണുന്ന സമയത്ത്, അന്ന് ഞാൻ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ട്രാൻസ്ഫർ കിട്ടി ബോംബെയിലും എൻ്റെ ഫാമിലി ഉണ്ടായിരുന്ന നാട്ടിലുമായിരുന്നു. എനിക്ക് ആ ഒരു സമയം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. കാരണം ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇഷ്ടമുള്ള പോലെയല്ല ജീവിക്കുന്നത്, പറ്റുന്ന പോലെയാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ച്, നമ്മുടെ സ്വപ്നങ്ങളെ വേണ്ടെന്ന് വെച്ച്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ചെലവഴിക്കേണ്ട സമയം കോംപ്രമൈസ് ചെയ്ത് മറ്റുള്ള വ്യക്തിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി എടുക്കുമ്പോൾ അതിന് കിട്ടുന്ന വേതനം, അതിന് കിട്ടുന്ന കൂലിയാണ് ശമ്പളം. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. അങ്ങനെ കാലങ്ങളോളം പ്രവർത്തിച്ച് ആദ്യം ജോലി കിട്ടിയപ്പോൾ, സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി കിട്ടിയ സമയത്ത് വലിയൊരു സംഭവമായിരുന്നു. പക്ഷെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, സാധാരണ മലയാളികൾ പറയാറുണ്ട് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ദിവസങ്ങൾ കടന്നു പോകുന്നു, അത് ആഴ്ചകളാകുന്നു, മാസങ്ങളാകുന്നു, ജീവിതം കടന്നു പോകുന്ന അറിയാത്ത ഒരു ലൈഫിലാണ് എത്തിച്ചേർന്നത്. ഈ IT വേൾഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വേൾഡാണ്. അവസാനം എവിടെ എത്തിച്ചേരും? നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്നത് ഇന്ന് ഈ IT വേൾഡിലാണ്. കാരണം അവിടെ അത്രയും പ്രഷറും അത്രയും ഒറ്റപ്പെടലും അത്രയും ഒരു റിസ്ക് വരുന്ന സമയത്ത് അത്രയൊരു കാലഘട്ടമാണിത്. ഇതിപ്പോൾ ജോലി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ജോലികളിലും അങ്ങനെ തന്നെ പ്രഷർ കയറിക്കൊണ്ടിരിക്കുന്നു. എനിവേ, ഞാൻ പറഞ്ഞു അതായത് 2015 ഞാൻ അത് വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ബാങ്ക് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടാണ് ഞാൻ ബോംബെയിൽ എത്തിയത്. അന്ന് ഞാൻ ബോംബെയിലും എൻ്റെ ഫാമിലി നാട്ടിലുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അവസരം കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒറ്റ കാര്യം, ഈ പറ്റുന്ന പോലെയല്ല, ഇഷ്ടമുള്ള പോലെ തന്നെ ജീവിക്കാൻ കിട്ടുന്നൊരു അവസരം അത് ഇതിലൂടെ ഞാൻ കണ്ടു. ഞാൻ ഇതിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബിസിനസ് ഫിസിക്കലിയാണ് ഞാൻ മീറ്റ് ചെയ്തത് ബോംബെയിൽ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്, ഇവിടെ കാലിബറിനല്ല ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതിനല്ല ചോദ്യം. നിങ്ങൾക്ക് എത്രത്തോളം ശക്തമായിട്ട് സ്വപ്നം കാണാൻ സാധിക്കും, നിങ്ങളെ സംബന്ധിച്ച സ്വപ്നത്തിൽ എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ലിഫ്റ്റിൽ കയറി അല്ലെങ്കിൽ നിങ്ങളൊരു ട്രെയിനിൽ കയറി, ട്രെയിനിൽ ആര് കയറിയാലും എവിടെയാണോ ആ ട്രെയിൻ ഏത് ഡെസ്റ്റിനേഷനിലാണോ ട്രെയിൻ പോകുന്നത് ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങൾ ഇടയിൽ വെച്ച് ട്രെയിൻ ഇറങ്ങരുത്, നിങ്ങൾ ട്രെയിനിൽ ഇരുന്നാൽ മതി. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. ഈ ഡയറക്ട് സെല്ലിങ്ങിൽ വെസ്റ്റീജ് ബിസിനസ്സിൽ വിന്നിംഗ് ടീമിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ പ്രൂവൺ സിസ്റ്റം വേർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഡോക്ടറാണോ, നിങ്ങൾ എഞ്ചിനീയർ ആണോ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ട്രെയിനിൽ ആര് കയറിയാലും, ഒരു ഓട്ടോറിക്ഷക്കാരൻ കയറിയാലും, ഒരു ടാക്സിക്കാരൻ കയറിയാലും, ഒരു പൈലറ്റ് കയറിയാലും,
ആര് കയറിയാലും ട്രെയിൻ എവിടെ എത്തിക്കും? ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്താണ്, നിങ്ങളുടെ ജാതി മതം എന്താണ്, ഇതൊന്നും ചോദ്യം ചെയ്യാതെ നിങ്ങൾക്ക് എവിടെ എത്തണം എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഷാജി മിത്തൽ സാറിനെ കേട്ടത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കേൾക്കാൻ സാധിച്ചു. തീർച്ചയായും അദ്ദേഹത്തിന് നമുക്ക് വളരെ നല്ല അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് 2015 ഞാൻ ഇത് ആദ്യമായിട്ട് കണ്ട സമയത്ത് തുടക്കത്തിൽ എനിക്കും ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ ആക്ച്വൽ ആണോ? പക്ഷെ ഞാൻ അവിടെ ആദ്യമായിട്ട് ബിസിനസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അന്ന് ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫേസ്ബുക്ക് ഞാൻ അന്ന് 2015 ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഐ ഗോട്ട് ഷോക്ക്ഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫൊക്കെ മാറുന്നുണ്ട്. ഇവരുടെ ലൈഫിലൊക്കെ ഇവർ ഇഷ്ടമുള്ള രീതിയിലേക്ക് ജീവിക്കുന്നു. അതിലേറ്റവും സാധാരണഗതിയിൽ മലയാളികളായ നമ്മൾ എന്തും അറിയാതെ തന്നെ കുട്ടിക്കാലം മുതലേ നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്ത് ജീവിക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ എല്ലാ സ്ഥലങ്ങളും പറയുന്ന ഒരു കാര്യമാണ്, കറണ്ട് പോയാൽ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കും. അവിടെയും അപ്പുറത്തും ഇപ്പുറത്തും കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ദുഃഖിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? നമ്മൾ മാനസികമായിട്ട് പ്രോഗ്രാം ചെയ്യപ്പെട്ടത് നിങ്ങൾ പ്രശ്നത്തിലാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ ചുറ്റുമുള്ളവരും കൂടി കുഴപ്പത്തിലാവണം, അതല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവും. ശരിയല്ല? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുള്ള ആൾക്കാരോട് ചോദിക്കും, അവർക്കും പ്രശ്നമുണ്ട്, സമാധാനമായി, എല്ലാവർക്കും പ്രശ്നമുണ്ടല്ലോ, അപ്പൊ എനിക്ക് പ്രശ്നം പിന്നെ ഒരു പ്രശ്നമല്ല. ഈ കൾച്ചറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള സമൂഹത്തെ ഇപ്പോഴും ഒരു പിന്നിലേക്ക് കൊണ്ടുനയിക്കുന്നത്. കാരണം അത്യുന്നതമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കഴിവുള്ള വ്യക്തികളാണ്. പക്ഷേ നമ്മൾ ഒരു ജോലി എന്നുള്ള ഒരു മേഖലയിൽ ചെല്ലുന്ന സമയത്താണ് നമ്മുടെ കഴിവ് ഉപയോഗിച്ച് വേറെ വ്യക്തികൾ ബെനിഫിറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഡയറക്ട് സെല്ലിങ്ങിൽ ആദ്യമായിട്ട് വന്ന സമയത്ത്, ആദ്യമായിട്ട് സ്റ്റേജിൽ കുറച്ച് പേര് കയറുന്ന സമയത്ത് ഞാനും ഇതേ കാഴ്ചപ്പാടോടുകൂടി നോക്കിയത്, സ്റ്റേജിൽ കയറുന്ന വ്യക്തിക്ക് കോളേജ് വിദ്യാഭ്യാസം പോലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അന്ന് എഞ്ചിനീയറിംഗ് MBA കഴിഞ്ഞ് ഒരു ലീവ് കിട്ടിയാൽ പോലും വീട്ടിലെത്താം. കാരണം വീട്ടിലെത്തണമെങ്കിൽ ട്രെയിൻ കയറി വരണമെങ്കിൽ 2 ദിവസം യാത്രയ്ക്ക് വേണം, ഫ്ലൈറ്റ് ഒന്നും കയറി വരാനുള്ള ശമ്പളമില്ല. അപ്പോൾ 3 ദിവസം ലീവ് ഉണ്ടെങ്കിൽ 3 ദിവസം മുടക്കുണ്ടെങ്കിൽ 1 ദിവസം വീട്ടിലിരിക്കും. അപ്പോൾ പിന്നെ ലീവും കൂടി എടുത്തിട്ടൊക്കെ വേണം 2 ദിവസം, അങ്ങനെയൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് കോളേജ് വിദ്യാഭ്യാസം പോലും കഴിയാത്ത വ്യക്തി എന്നെക്കാളും ഓൾമോസ്റ്റ് 10 ഇരട്ടി വരുമാനം, 10 ഇല്ല 4 ഓൾമോസ്റ്റ് 8 ടൈംസ് വരുമാനം വാങ്ങിച്ച് സ്റ്റേജിൽ കയറുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം, കാരണം ഞാൻ നോക്കുമ്പോൾ അപ്പുറത്ത് ആൾ കുഴപ്പത്തിലല്ല, എന്നെക്കാളും മോശമായിട്ടുള്ള ആൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ ഈ കമ്പനി വളരെ നല്ല തട്ടിപ്പ് ചെയ്യുന്നതാണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും തട്ടിപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒന്നെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എനിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നെങ്കിൽ കമ്പനിക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ആകെ കൂടി ഞാൻ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ആദ്യമായിട്ട് ഈ അവസരം കണ്ട സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം, ഇതിനെപ്പറ്റി പഠിക്കാൻ ഒരു തീരുമാനമെടുത്തു. എന്നെ ഇതിലേക്ക് കണക്ട് ചെയ്തത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ അടുത്ത് ആദ്യം ഞാൻ ചോദിച്ച കാര്യമുണ്ട്, ഇത് ഈ വേണ്ടാത്ത പണിക്ക് പോണോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ഒറ്റ കാര്യം, പഠിക്കൂ എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞാൻ അന്ന് അവിടെ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള, എൻ്റെ ബാങ്കിങ് ടൈം കഴിഞ്ഞതിന് ശേഷം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ചെന്ന് കാണുകയും അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും അവരെടുത്ത് ഈ ബിസിനസ്സിനെ പറ്റി ചോദിക്കാനും മനസ്സിലാക്കാനും, ഈഗോ ഇല്ലാതെ, മുൻവിധികളില്ലാതെ. കാരണം നമ്മുടെ കാഴ്ചപ്പാടില് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പാണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെ കാണുന്ന ആരെയും ഞാൻ തെറ്റ് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലാതെ വേറെ എത്രയോ മേഖലകളുണ്ട്. നിങ്ങൾ എല്ലാ മേഖലകളെയും സ്റ്റഡി ചെയ്ത് നോക്കുക. ഹോസ്പിറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ്, കോടതികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ ടീച്ചേഴ്സായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പലതരത്തിലും നമുക്ക് ധനം സമ്പാദിക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, തട്ടിപ്പ് നടക്കാത്ത ഒരു മേഖലയെ പറ്റി നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഏതെങ്കിലും ഒരു മേഖല, തട്ടിപ്പ് നടക്കാത്ത ഒരു മേഖല, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആലോചിച്ച് നോക്കുക, അവിടെ തട്ടിപ്പ് നടക്കുന്നില്ലേ? കുറച്ച് നാൾ മുമ്പ് പേപ്പറിൽ ഹെഡ്ലൈൻ ആയിരുന്നു, നിങ്ങൾ വാങ്ങിക്കുന്ന മെഡിസിൻ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് മെഡിസിൻ അല്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തട്ടിപ്പ്, ഒരു മനുഷ്യന്റെ ജീവിതം കളയുന്ന തട്ടിപ്പാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് തട്ടിപ്പല്ലേ? ഇനി ശരി, ഹോസ്പിറ്റൽസ് അല്ല, കോടതികൾ, അഡ്വക്കേറ്റ്സ് പോയി കഴിഞ്ഞാൽ എല്ലാ അഡ്വക്കേറ്റ്സും തട്ടിപ്പെടുക്കാത്ത ആൾക്കാരാണോ? അല്ല, അവിടെയും തട്ടിപ്പ് നടക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയാലും കൺസ്ട്രക്ഷൻ, ഇപ്പൊ നിങ്ങൾക്ക് റീസെന്റ് ലാസ്റ്റ് ഇയർ, ഈ ഇയർ തന്നെ മഴ പെയ്തപ്പോൾ ആദ്യമായിട്ട് പണിത പാലം ആദ്യത്തെ മഴയ്ക്ക് തന്നെ തകർന്നു വീണ കൺസ്ട്രക്ഷനാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. അപ്പൊ അവിടെ തട്ടിപ്പില്ലേ? ഉണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തട്ടിപ്പ് നടക്കാത്ത മേഖലകളില്ല, എല്ലാ മേഖലകളിലും തട്ടിപ്പുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്?
നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, മേഖലയ്ക്കല്ല പ്രശ്നം, ആ മേഖലയിൽ പണിയെടുക്കുന്ന വ്യക്തിക്കാണ്. തട്ടിപ്പെടുക്കുന്ന വ്യക്തികൾ എവിടെ ചെന്നാലും തട്ടിപ്പെടുക്കും. അപ്പോൾ അതിന് നമ്മൾ മേഖലയെ കുറ്റപ്പെടുത്തരുത്. തട്ടിപ്പെടുക്കുന്ന വ്യക്തികൾ എവിടെ ചെന്നാലും തട്ടിപ്പ് തന്നെയായിരിക്കും. അപ്പൊ ഈ ഈ ഈ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവൻ നമ്മളെല്ലാം കണ്ട് ബുദ്ധിമുട്ടിയിട്ട് നമ്മളൊരു സന്യാസിയെ പോയി കണ്ടാൽ പോലും പലപ്പോഴും നിങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ നോക്കിയാൽ മതി, സാധാരണഗതിയിൽ അവർ പോലും കുറെ കഴിയുമ്പോൾ പല കേസുകളിൽ പെട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ തട്ടിപ്പില്ലാത്ത മേഖലകളില്ല സുഹൃത്തുക്കളെ, എല്ലാ മേഖലയിലും തട്ടിപ്പുണ്ട്. പക്ഷേ മേഖലയ്ക്കല്ല പ്രശ്നം, ആ വ്യക്തികൾക്കാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ആദ്യം സ്റ്റഡി ചെയ്യേണ്ടത് മേഖലയും വ്യക്തികളെയും തിരിച്ചറിയാനായിട്ട് പഠിക്കണം. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ട്രീറ്റ്മെന്റ് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിന് പ്രശ്നമാണ്, നിങ്ങൾ ചികിത്സ വേണ്ട എന്ന് വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അല്ല, ശരിയായിട്ടുള്ള ഹോസ്പിറ്റൽ, ശരിയായ ചികിത്സ നടക്കുന്ന ഹോസ്പിറ്റൽ കണ്ട് നിങ്ങൾ പോകും. അതേ രീതിയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതിനർത്ഥം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ചെയ്യുന്നത് തട്ടിപ്പാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിക്കാൻ മനസ്സിലാക്കണം. അതാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗിൽ ഞാൻ വന്നപ്പോൾ പഠിക്കാൻ ചെന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഫ്യൂച്ചർ ഇനിയും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇപ്പൊ കേരളം പോലുള്ള ഒരു സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ വളരെയധികം തട്ടിപ്പ് നടന്നിട്ടുള്ള മേഖലയാണ് ഇൻഷുറൻസ്, സ്റ്റോക്ക് ബ്രോക്കറിംഗ്. ഇവിടെയൊക്കെ ഹർഷക് മേത്ത ഇഷ്യൂ അല്ലെങ്കിൽ സ്കാംസ്, എത്രയോ സ്കാമുകൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിനുശേഷം ഗവൺമെന്റ് എന്ത് ചെയ്തു? സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്ററി അതോറിറ്റി ബോർഡിനെ കൊണ്ടുവരികയും അവരുടെ ഏതെങ്കിലും ഒരു കമ്പനി സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷമാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പനിയെ സ്റ്റഡി ചെയ്ത് കമ്പനി ശരിയല്ലെങ്കിൽ സെബി റിജക്ട് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ലെന്ന് പറയും. അതിനുശേഷം അങ്ങനെ മോണിറ്ററിങ്, അത് കഴിഞ്ഞ് വന്ന കമ്പനികളുടെ എല്ലാ ഓഡിറ്റിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് അവർ ശരിയല്ലാത്ത കമ്പനികൾക്ക് ഫൈൻ കൊടുത്ത് അങ്ങനെ പെർഫെക്റ്റ് ആക്കി നിലത്തുന്ന ഒരു അതോറിറ്റി വന്നതിന് ശേഷമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് പറയപ്പെടുന്ന സ്റ്റോക്ക് മാർക്കറ്റ് പോലും ശുദ്ധമായത്. അതേപോലെ ഒരു ശുദ്ധി കലശം ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ നടക്കേണ്ടതുണ്ട്, നടന്നുകൊണ്ടുണ്ട്. സ്പെഷ്യലി കേരളത്തിന് അത് വളരെ ലീഡിംഗ് റോൾ എടുത്തിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമിതി രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു കമ്പനി ഡയറക്ട് സെല്ലിംഗിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവരിൽ നിന്ന് അപ്രൂവൽ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ തട്ടിപ്പെന്ന് പറയപ്പെടുന്ന കമ്പനികളെ കൃത്യമായിട്ട് ഡാറ്റ ഷീറ്റ് എടുത്ത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ പ്രൊഡക്റ്റിൽ വരുന്ന പ്രൈസ് വേരിയൻസ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഇതെല്ലാം തന്നെ നോക്കി ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോശം കമ്പനികളെ റിജക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരികയാണ്. ഇത് വിദൂരമല്ല. അങ്ങനെ വരുന്നതോടുകൂടി ഗുണം എന്താണ്? ലീഗൽ ആയിട്ടുള്ള പ്രൂവൺ ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ഒരു സമയം വരും, ആ സമയം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സക്സസ് മാത്രം കേട്ടപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ ആ സമയത്തല്ല ബിസിനസ് ചെയ്യേണ്ടത്, ബിസിനസ് ചെയ്തു തുടങ്ങേണ്ടത് ഈ സമയത്താണ്. ഇപ്പോൾ ചെയ്തു തുടങ്ങുന്ന വ്യക്തികൾക്കാണ് ആ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാസം, കൊല്ലങ്ങൾ, 5 കൊല്ലം 10 കൊല്ലത്തിന് ശേഷമല്ല ഞാൻ പറയുന്നത്. കാരണം ആസ് ഓഫ് നൗ ഫിക്കി ഓൾറെഡി പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പോൾ ഉള്ളതിൽ നിന്നും 65,000 crores, ഇപ്പോൾ ഉള്ളത് ഏകദേശം 22,000 crores ടേൺ ഓവർ ആണ് എല്ലാ ലീഗൽ ആയിട്ടുള്ള കമ്പനികളും കൂടി ചെയ്യുന്നത്. 22,000 കോടി ചെയ്തിട്ടില്ലെങ്കിൽ അത് 65,000 കോടിയിലേക്ക് പോകും എന്നുള്ളതും, ഈ നിയമം ഇതിനിടയിൽ വന്ന് ശക്തമാകുന്നതോടുകൂടി ഈ 65,000 എന്നുള്ളത് 1 ലക്ഷം കോടി ക്രോസ് ചെയ്യും എന്നുള്ളത് ഓൾറെഡി ഫിക്കി പ്രിഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രിയിൽ നിന്നും 4 times 4 ഇരട്ടി 2030 അത് കഴിഞ്ഞിട്ട് ഇനിയും വലിയൊരു ബിസിനസ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഉറപ്പിച്ച് എഴുതി പറയാം, കോടീശ്വരന്മാർ അഥവാ മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, ലോകത്ത് മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇനി ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഏറ്റവും വാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ GDP ആയിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇത് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. ഇത് ഈ നീതി ആയോഗിന്റെ സിഇഒയുടെ ഒരു സ്പീച്ച് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 ഇൻഡസ്ട്രികൾ ഗ്രോ ചെയ്തേ പറ്റൂ. ഫസ്റ്റ് ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് ആണ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റുമായിട്ട് വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് മാനുഫാക്ചറിങ് കൊണ്ടുവരുന്നു, എംപ്ലോയ്മെന്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് സർവീസസ് ആണ്. സർവീസസ് ഗ്രോ ചെയ്യുന്ന സമയത്ത്
സാധാരണക്കാരിലേക്ക് ശരിയായിട്ടുള്ള മണി റീഡിസ്ട്രിബ്യൂഷൻ നടക്കണം. കാരണം ഒരു ക്യാപിറ്റൽ മാത്രം സർവീസസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആൾക്കാർ അല്ലെങ്കിൽ ഫണ്ട് ഇറക്കുന്ന ആൾക്കാർക്ക് ഫണ്ട് ക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള അടിത്തട്ടിലേക്ക് മണി വെൽത്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് എന്ന് നീതി ആയോഗിന്റെ CEO അമിതാഭ് കാന്ത് അദ്ദേഹം പറയുന്ന സ്പീച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എവിടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് സജസ്റ്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഗൈഡൻസ് എടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഗൈഡൻസ് എടുക്കുന്ന ഓർഗനൈസേഷന്റെ CEO പറയുന്ന സ്പീച്ചാണ് നിങ്ങൾക്ക് അവിടെ കേൾക്കാനായിട്ട് സാധിക്കുക. സോ വി ആർ ജസ്റ്റ് ബിഗിനിങ്, നമ്മൾ ജസ്റ്റ് ബിഗിനിങ് ആണ്. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്നും പല ആൾക്കാർക്കും ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പൊട്ടൻഷ്യൽ അറിയില്ല. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഞാൻ ഉറപ്പിച്ച് എഴുതി തരാനായിട്ട് സാധിക്കും. ഇന്ന് ഈ കാറ്റഗറി ഇന്ന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. നിങ്ങൾ വെസ്റ്റീജോ അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയായിട്ട് കണക്റ്റഡ് ആയാലും ആയില്ലെങ്കിലും നിങ്ങളൊരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. നിങ്ങൾ ഒന്നെങ്കിലും ഒരു കസ്റ്റമറാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സോപ്പ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ കസ്റ്റമർ ആയിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങൾ പുറത്തു പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളൊരു നെറ്റ്വർക്കിന്റെ കൺസ്യൂമറാണ്. നിങ്ങളൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നെറ്റ്വർക്കിന്റെ കൺസ്യൂമറാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുറത്തായിട്ട് എന്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും, കാരണം നിങ്ങൾ നേരിട്ട് കൺസ്യൂമറിൽ നിന്നല്ല വാങ്ങിക്കുന്നത്, ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. സോ യു ആർ ഓൾറെഡി എ കൺസ്യൂമർ ഓഫ് എ നെറ്റ്വർക്ക്. സോ ദർ ആർ 3 കാറ്റഗറി ഓഫ് പീപ്പിൾ. 3 കാറ്റഗറി ആൾക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ഒരു നെറ്റ്വർക്കിന്റെ കൺസ്യൂമറായിട്ട് നിൽക്കുന്ന വ്യക്തി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിക്കോട്ടെ, ആള് ആരെയും താഴെയല്ല വർക്ക് ചെയ്യുന്നത്, പക്ഷെ അദ്ദേഹം ഒരു പച്ചക്കറി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിലേക്ക് ഒരു TV വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, എന്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഒരു സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വാങ്ങിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിന്റെ കൺസ്യൂമർ ആണ്. ആൻഡ് സെയിം ടൈം ദർ എംപ്ലോയീസ്, ജോലിക്കാരാണ് ഈ നെറ്റ്വർക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യും, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നതിന് പ്രത്യേകം മനസ്സിലാക്കുക. അതൊരു മോഡ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. നിങ്ങളുടെ മുകളിൽ ആൾക്കാരുണ്ട്, താഴത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ പല ആൾക്കാരിൽ നിന്നും ജോലികൾ കൈമാറി വരുന്ന സമയത്ത് അവിടെയും നിങ്ങളൊരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ഇനി അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അവര് നെറ്റ്വർക്ക് ഹോൾഡേഴ്സ് ആണ്, നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ന് കേരളത്തിൽ ഞാൻ നോക്കുന്നിടത്തോളം ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നാണ്. ആ ബില്യനേഴ്സ്, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ ബില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത് കേരളത്തിലാണ്. ഈ ബില്യനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 3 പേരും നെറ്റ്വർക്ക് ഹോൾഡേഴ്സ് ആണ്, നെറ്റ്വർക്ക് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. കൺസ്യൂമേഴ്സിന് മുകളിലാണ് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, അതിനു മുകളിലാണ് റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതിനു മുകളിലാണ് നെറ്റ്വർക്ക് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ആരൊക്കെയാണ് ഈ 3 ബില്യനേഴ്സ്? കല്യാൺ രാമൻ സർ, കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓണറാണ്. അദ്ദേഹം ഒരു ജ്വല്ലറി നടത്തിയിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്നാണ് നെറ്റ്വർക്ക് ഓഫ് ജ്വല്ലറി, ഈ ഒരു ജ്വല്ലറിയിൽ നിന്ന് 300 ജ്വല്ലറിയിലേക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് ഹി ബിക്കേം എ മൾട്ടി മില്യണിയർ. ആൻഡ് സെക്കൻഡ്, ജോയ് ആലുക്കാസ്, അദ്ദേഹം സെയിം ഫീൽഡിൽ തന്നെ സെയിം കാറ്റഗറിയിൽ തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് നെറ്റ്വർക്ക് ഓഫ് ജ്വല്ലറി എക്സ്പാൻഡ് ചെയ്തിട്ടാണ്. ആൻഡ് തേർഡ്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഫ്രം കേരള ഇസ് നത്തിങ് യൂസഫ് അലി സർ. യൂസഫ് അലി സാർ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്ന ആൾക്കാരാണ്. യു തിങ്ക് നിങ്ങൾ ഏതൊരാളെയും എടുത്തു നോക്കിയുള്ളൂ, ദിസ് ഇറ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹോൾഡ് എ നെറ്റ്വർക്ക്. അതെന്തിന്റെ നെറ്റ്വർക്ക്? നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. അതിന്റെ തിയറി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്, നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കസ്റ്റമർ ആവാം. നിങ്ങൾ കസ്റ്റമർ ആകുന്ന സമയത്ത് നിങ്ങളുടെ ചെലവ്, നിങ്ങൾ എന്ത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ചെലവാണ്. പക്ഷേ ഈ നെറ്റ്വർക്കിലെ ആൾക്കാർ വഴിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, അത് നിങ്ങളുടെ വരവാണ്, അവർക്ക് വരവാണ്. അതേ സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. നിങ്ങൾ കൺസ്യൂമർ ആകുന്ന അതേ സമയത്ത് തന്നെ യു ക്യാൻ ക്രിയേറ്റ് എ കൺസ്യൂമർ നെറ്റ്വർക്ക് യു ക്യാൻ ക്രിയേറ്റ് ടേൺ ഓവർ ആൻഡ് വോള്യൂം ആൻഡ് ദസ് ഇൻകം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഇപ്പൊ ബാങ്കിങ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ബാങ്കിങ് സെക്ടറിൽ കുറെ കാലം വർക്ക് ചെയ്തിട്ടുള്ള ആള് ഒരു വേറൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് എനിക്കറിയാം, ഞാൻ ഇന്നലെ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ താഴത്ത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എനിക്ക് ഓഫീസ് ഉണ്ട്, 300 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ ആണ് അവിടെ അദ്ദേഹമായിട്ട് സംസാരിക്കണമെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഇരിക്കാൻ സമയമില്ല, നിൽക്കാൻ സമയമില്ല. അപ്പൊ ആരോഗ്യത്തെ പറ്റി ചോദിച്ചപ്പോൾ സകല അസുഖവും അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടുണ്ട്, കാരണം അതുപോലും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഇറ്റ്സ് നോട്ട് ഈസി.
നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ഓഫ് ബിസിനസ് ക്രിയേറ്റ് ചെയ്യൽ എളുപ്പമല്ല. ബട്ട് ഇവിടെ നമുക്കൊരു യുണീക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്, വിത്തൗട്ട് എനി റിസ്ക് ആൻഡ് വിത്ത് പ്രോപ്പർ സപ്പോർട്ട്, വിത്ത് പ്രോപ്പർ ഗൈഡൻസ്, വെർ യു ക്യാൻ ഈസിലി ബിൽഡ് എ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. അവിടെ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെ സിസ്റ്റമൈസ് ചെയ്യുകയും നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ അവിടെ കൺസംഷൻ നടക്കുകയും ആ കൺസംഷൻ നടക്കുന്ന ടേൺ ഓവറിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്നത് മാത്രമല്ല, ഈ നടക്കുന്ന ടേൺ ഓവർ കൂടി വരികയും ചെയ്യും. വിന്നിംഗ് ടീമിൽ വളരെ സീരിയസ് ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യുന്ന വ്യക്തി, എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേര് വരുന്നില്ല, ഹി ബേസിക്കലി ഫ്രം പൂനെ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും പേര് ഇറങ്ങി ഒന്ന് ഇത് ഇടണം. അദ്ദേഹം DCD 12 ഓർഗൻ എൻ്റെ ലെവലിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഫാമിലി ആയിട്ട് സീരിയസ് ആയിട്ട് ബിൽഡ് ചെയ്യായിരുന്നു. ജിത്കർ, സോറി ഐ ഗോട്ട് ഹിസ് നെയിം, ജിത്കർ. സോ ജിത്കർ സാർ സീരിയസ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി. നമ്മുടെ കയ്യിലല്ല പല കാര്യങ്ങളും. പക്ഷേ അദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയ സമയത്ത് ഏകദേശം 1 ലക്ഷം രൂപ EMI വരുന്ന ഒരു വീട് പണിതു, ലക്ഷറീസ് ആയിട്ടുള്ള കാറുകൾ വാങ്ങിച്ചു. അങ്ങനെ ഈ 2 മക്കളും എവിടെ എത്തിയിട്ടില്ല. ആ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം സംഭവിച്ചത്. സാധാരണഗതി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ പരിചയത്തിൽ ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹം കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്ന സമയത്ത്, അദ്ദേഹം പാരലൈസ്ഡ് ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് വലിയൊരു വീഴ്ച, ഫിനാൻഷ്യൽ വീഴ്ച സംഭവിക്കും. കാരണം അദ്ദേഹത്തിന് പകരം വൈഫിന് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഉടനെ വൈഫ് പിന്നെ എന്ത് ചെയ്തു, തന്നെത്താൻ പറ്റുന്ന രീതിയിൽ ട്യൂഷൻസ് എടുത്തു തുടങ്ങിയിട്ടാണ് കുടുംബം നിറവേറ്റിയത്. ഡെഫിനറ്റ്ലി ഇപ്പോൾ അവരുടെ മകനൊക്കെ നല്ല പൊസിഷനിലെത്തി. ഇപ്പോൾ ഫാമിലി വീണ്ടും റിക്കവർ ചെയ്തു. പക്ഷേ ഒരു പീരീഡ് അത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. റിലേറ്റീവ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെയാണ് അവരന്ന് സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ഈ ജിത്കർ സാറിന്റെ സ്റ്റോറി ഞാൻ പറയട്ടെ. അദ്ദേഹം മരണപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച അവരുടെ ജീവിതത്തിൽ കോംപ്രമൈസും ചെയ്യേണ്ടി വന്നില്ല. കാരണം എവ്രി മന്ത് ദേ വർ ഗെറ്റിംഗ് ദ ഇൻകം, ആൻഡ് ആ ഇൻകം കൂടിക്കൊണ്ടിരുന്നു. ഇന്ന് മരണപ്പെട്ട അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ആഗ്രഹിച്ചിരുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകൻ US MBA കംപ്ലീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകൾ വളരെ ആഡംബരമായിട്ടുള്ളൊരു കല്യാണം കഴിഞ്ഞു, നല്ല രീതിയിൽ നല്ലൊരു ഫാമിലി സെറ്റിൽഡ് ആയി. അതേ സെയിം ലൈഫ് സ്റ്റൈൽ. കാരണം അവരുടെ ഇൻകത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. കാരണം അവരുടെ ബിസിനസ് അവരുടെ പ്രസൻസിൽ അല്ല റൺ ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുറവ് ഉണ്ട് എന്നറിയപ്പെടുന്ന ഒരു സാധനം കോമൺ സെൻസ് ആണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ ഇതല്ലേ, ഇതെനിക്കറിയാം. ഐ പേഴ്സണലി ബിലീവ്, ഞാൻ പലപ്പോഴും വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ബിസിനസ്സിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഒരു ദിവസം ലീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫീസറുടെയും സീനിയർ ഓഫീസറുടെയും കൈയും കാലും ഒക്കെ കഴുകി കുടിക്കണം എന്ന് വേണം സാധാരണ ഒരു അർത്ഥം വെച്ച് പറയുന്നതാണ്. ശരിക്കും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു ലീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു പ്രഷർ. പക്ഷെ പല മാസങ്ങളും എത്തുന്ന സമയത്ത് വീട്ടിൽ പോകാൻ പറ്റാറില്ല. പക്ഷെ അവിടെ നിന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഈ ബിസിനസ് തുടങ്ങി 6 മന്ത്സിൽ ഞാൻ സ്റ്റാർ ഡയറക്ടർ എത്തുകയും ബാങ്കിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം വാങ്ങിച്ച് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ആൻഡ് ഐ ബിക്കെയിം നോ ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ബോസ് ഇല്ലാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം. എൻ്റെ ഇഷ്ടത്തിന് എനിക്കുള്ള പോലെ ജീവിക്കുക. ദാറ്റ് ഈസ് വെരി യുണീക്ക്. എന്നത് മാത്രമല്ല, വിത്തിൻ എ ഇയർ ഞാൻ ബോംബെയിൽ നിന്ന് ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു, നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇന്ന് എനിക്ക് ബോംബെയിൽ ബിസിനസ് ഉണ്ട്. അവിടുന്ന് ബോംബെയിൽ നിന്ന് ബിസിനസ് ഓൾറെഡി എക്സ്പാൻഡ് ചെയ്തു. ഗുജറാത്ത്, ഈവൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഈ പല സ്ഥലങ്ങളിൽ എനിക്ക് ഇന്ന് ബിസിനസ് ഉണ്ട്. ഇവിടെ ഒന്നും ഞാൻ പോയിട്ട് പോലുമില്ല. സ്റ്റിൽ ഐ ഹാവ് ബിസിനസ് ഓവർ ദർ. ഇവിടുന്ന് മാത്രമല്ല, ഘാനയിൽ പോലും എനിക്ക് സിൽവർ ഡയറക്ടേഴ്സ് ഉണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റൂ? എനിക്കല്ല, ഞാൻ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമിനാണ് പൊട്ടൻഷ്യൽ. അതിന്റെ അനന്തരഫലം എന്ന് പറയട്ടെ, ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫ് ഈ ബാങ്ക് എന്ന് പറയുന്ന ഒരു കൂടിനുള്ളിൽ തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഞാനൊരു ആദ്യം S-Cross എന്നൊരു കാർ വാങ്ങിച്ചു. പിന്നെ MG Hector എന്നൊരു കാറാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് വർത്ത് അറൌണ്ട് 23-24 lakhs. ആൻഡ് അതിപ്പോൾ ഓടിച്ച് 1 lakh വരെ ടച്ച് ചെയ്യാറായിട്ടുണ്ട്. ദെൻ ഐ കവേർഡ് അറൌണ്ട് 9 countries, 9 countries കവർ ചെയ്തിട്ടുണ്ട്. എന്നത് മാത്രമല്ല, പേഴ്സണലായിട്ട് ഇഷ്ടംപോലെ ട്രിപ്പുകൾ പോകാൻ സാധിച്ചു. ഞാൻ ലഡാക്ക് ബൈക്ക് ട്രിപ്പ് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലാസ്റ്റ് FIFA വേൾഡ് കപ്പ് ഖത്തറിൽ നടന്ന സമയത്ത് ഞാനും എൻ്റെ കുറച്ച് കൊളീഗ്സും കൂടിയിട്ട് ഞങ്ങൾ അവിടെ വേൾഡ് കപ്പ്, കൊളീഗ് മീൻസ് റിലേറ്റീവ്സ് ആൻഡ് പ്ലസ് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ ഖത്തറിൽ ഫുട്ബോൾ മാച്ച് കാണാനായിട്ട് പോയി. വൈ? ബിക്കോസ് നോ ബോസ്. മാത്രമല്ല, എന്ത് പൈസ ചെലവഴിച്ചാലും അടുത്ത മാസം 10-ാം തീയതി ജോലിയെക്കാളും സെക്യൂർഡ് ആയിട്ട് വരുമാനം കിട്ടുന്നുള്ള ഗ്യാരണ്ടി ഉണ്ട്. സോ ബിലീവ് മീ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഡിഫറെൻറ്റ്. നിങ്ങൾ വിചാരിക്കുന്നതാണ് എല്ലാം എന്ന് ദയവേത് ചിന്തിക്കരുത്. ഇവിടെ നിങ്ങളെ ആരെങ്കിലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹാവ് എ കാം മൈൻഡ്.
ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ഒന്ന് മനസ്സിലാക്കാൻ, അനലൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനമായിരിക്കും, ഏറ്റവും ബെസ്റ്റ് തീരുമാനമായിരിക്കും. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൺലി എഫക്റ്റിംഗ് യു, ഇത് നിങ്ങളെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ജനറേഷൻ. എന്നെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ തഹസീൽദാരായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഭരതേട്ടൻ എന്നാണ് ഞാനും എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുക, ഭരതേട്ടൻ. എൻ്റെ അച്ഛനെ ഏട്ടനായിട്ട് വിളിക്കുന്നത് ഈ ബിസിനസ്, ഈ ഓപ്പർച്യൂണിറ്റിയിൽ വന്നുകൊണ്ടാണ്. കാരണം ഇറ്റ് കണക്ട്സ് പീപ്പിൾ സോ മച്ച് എന്ന് മാത്രം. ഇപ്പം ഞാൻ കുറി ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇന്ന് വൈകുന്നേരം വീട്ടിൽ പൂജയായിരുന്നു. ഞാൻ ബാങ്കിലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇഷ്ടത്തിന് പൂജ നടക്കില്ല. ഇന്ന് വീട്ടിൽ പൂജ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇവിടെ ബിസിനസ് മീറ്റിന് ഇരിക്കുന്നു. സോ വൈ? ബിക്കോസ് യു ആർ ലീഡിങ്. എൻ്റെ ലൈഫ് എൻ്റെ കൺട്രോളിലാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ ലൈഫ് ആരുടെ കൺട്രോളിലാണ്? നിങ്ങൾക്ക് ശരിയായിട്ടുള്ള സാമ്പത്തികവും അത് എൻജോയ് ചെയ്യാനുള്ള സമയവും അത് എൻജോയ് ചെയ്യാനുള്ള ആരോഗ്യവും ഭാവിയെ പറ്റിയുള്ള സുരക്ഷിതത്വവും, ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലാണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉണ്ടെങ്കിൽ, നാളെ ഒരു അപകടം പറ്റിയാലും, ഇന്ന് കേരളത്തിലെ 95% ഓഫ് ഫാമിലി ഇസ് ജസ്റ്റ് ബാങ്ക്റപ്റ്റ്. ഒരു ഹോസ്പിറ്റൽ ബില്ല് മതി, ഒരു ഹോസ്പിറ്റൽ ബില്ല് മതി തകരാറിലാവാൻ. ഇനി ഹോസ്പിറ്റൽ ബില്ല് വലിയ എന്ന് ഉറപ്പ് പറയാൻ ഒരാൾക്കും സാധിക്കില്ല. സോ അങ്ങനെ വരാതെ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും യുണീക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. അത് തുറന്ന മനോഭാവത്തോടു കൂടി ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർക്ക് ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു അവസരം എനിക്ക് തന്ന വിന്നിംഗ് ടീമിന് വളരെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റിലേക്ക് പാസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നോക്കൂ. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഇത്രയും അതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് കൃത്യമായി നമുക്ക് വളരെ ലളിതമായിട്ടും എന്നാൽ കൃത്യമായിട്ടും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് നമ്മളോടൊന്ന് സംവദിച്ചത്. സുധീഷ് സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും നല്ല രീതിയിൽ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ എല്ലാവരും ഇഷ്ടമുള്ളതുപോലെയാണോ ജീവിക്കുന്നത് അതോ പറ്റുന്നത് പോലെയാണോ ജീവിക്കുന്നത്? എത്ര അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. നമ്മളെല്ലാവരും തന്നെ പറ്റുന്നത് പോലെ ആയിരിക്കാം മിക്കവാറും ജീവിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണമെങ്കിൽ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ്സിലേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അറിയാതെയോ നമ്മൾ ഇതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ച നമ്മുടെ ലീഡേഴ്സിനോട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുക. കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഇന്നത്തെ ഈ MCI കണ്ട് തെരഞ്ഞെടുത്ത് ഇതിനുവേണ്ടി അവസരം തന്ന വിന്നിംഗ് ടീമിന് എല്ലാവരുടെയും എൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽ. താങ്ക് യു ഓൾ.